അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അൽ ഫായിസീന ബിറളില്ലാഹി അമ്മാ ബഅദ്. സഹോദരങ്ങളെ, ഇനി സൂറത്ത് ഇൻഷിറാഹിലെ റഫഅനാ ലക ദിക്റക ഫഇന്ന മഅൽ ഉസ്രി യുസ്റാ ഇന്ന മഅൽ ഉസ്രി യുസ്റാ എന്നുള്ള 3 ആയത്തുകളാണ്. ഈ ആയത്തുകളിൽ പറഞ്ഞ പ്രവചനം പുലർന്നിട്ടുണ്ടോ എന്ന് പരിശോധിച്ചാൽ അവിടെ നമ്മൾക്ക് കണ്ടെത്താൻ കഴിയുന്നത് അതും 100% പുലർന്നു എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ അത് പുലർന്നു. തുടർന്നുള്ള കാലഘട്ടങ്ങളിലും അത് കൂടുതൽ വിപുലമായ രീതിയിൽ, ബൃഹത്തായിട്ടുള്ള രീതിയിൽ പുലർന്നിട്ടാണ് വന്നിട്ടുള്ളത്. അതിലൊന്നാമത്തത് റഫഅനാ ലക ദിക്റക, താങ്കളുടെ പ്രശസ്തി നാം ഉയർത്തിത്തന്നു. ഇവിടെ ജബ്ബാർ പറഞ്ഞത് മുഹമ്മദ് സ്വയം ആശ്വസിക്കുകയായിരുന്നു. അങ്ങനൊന്നും അല്ല, കുറച്ച് കഴിയുമ്പോൾ നിനക്ക് പ്രശസ്തി ഉണ്ടാവും. എന്നിട്ട് ജബ്ബാർ പറഞ്ഞത് ഇവിടെ മുഹമ്മദ് പ്രശസ്തി ഉണ്ടാവുമെന്ന് പറയുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ അവിടെ മുഹമ്മദിന് പ്രശസ്തി ഉണ്ടായിരുന്നില്ല, അവഗണിക്കപ്പെടുകയായിരുന്നു എന്ന് ഇവിടെയും പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ജബ്ബാറിൻ്റെ ഒച്ചവെക്കൽ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്നു എന്നല്ലാതെ വസ്തുതയുമായിട്ട് ബന്ധമില്ലാത്ത കാര്യങ്ങളാണ് പലപ്പോഴും ജബ്ബാർ എഴുന്നള്ളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ പ്രശസ്തി വർദ്ധിപ്പിക്കുക, ഉയർത്തുക എന്ന് പറഞ്ഞത് പുലർന്നുവോ എന്ന് പരിശോധിച്ചാൽ കാണാൻ കഴിയുന്നൊരു കാര്യം, ഒരാൾ ഇസ്ലാമിലേക്ക് വരണമെങ്കിൽ അയാൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് 2 കലിമ, 2 വാക്യങ്ങൾ ഉരുവിടുകയാണല്ല. അതിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് ഉള്ളതാണ്. അവിടെ ആദ്യമായിട്ട് അള്ളാഹുവിനെ പറയുന്നു, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അള്ളാഹു അല്ലാതെ ഇലാഹില്ല. രണ്ടാമത് പറയുന്നത് ആരെയാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. മുഹമ്മദ് റസൂലുള്ളാഹ്, മുഹമ്മദ് അള്ളാഹുവിൻ്റെ ദൂതനാണ്. തുടർന്ന് ഇങ്ങോട്ട് ഇസ്ലാമിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ അയാളുടെ ജീവിതത്തിൽ നമ്മൾ കാണുന്നത് എന്താ? അയാൾ ബാങ്ക് കൊടുക്കുമ്പോൾ അവിടെ അഷ്ഹദു ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നു. ഉടനെ തന്നെ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറയുന്നു. നമസ്കരിക്കാൻ വേണ്ടി ഇഖാമത്ത് കൊടുക്കുമ്പോൾ അവിടെയും അഷ്ഹദു ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറയുന്നു. നമസ്കാരത്തിലാണെങ്കിൽ തശഹൂദ്, അവിടെ അഷ്ഹദു ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറയുന്നു. ലോകത്തുള്ള ഏതൊരു മുസ്ലിമും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി അള്ളാഹുവോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു, അതായത് സ്വലാത്ത് ചൊല്ലുന്നു, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് എന്ന് പറഞ്ഞിട്ട്. ഇനി അന്ന് മുതൽക്ക് ഇന്ന് വരെ ലോകത്ത് കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള വ്യക്തി ആരാണ്? ഇത് പരിശോധിച്ചാലും നമുക്ക് കാണാൻ കഴിയുന്നത്, മതത്തിൽ സംഖ്യാടിസ്ഥാനത്തിൽ പരിശോധിക്കുമ്പോൾ ഇസ്ലാം 3-ാം സ്ഥാനത്തോ മറ്റോ ആണുള്ളത്. 1-ാം സ്ഥാനത്ത് ക്രിസ്തു മതമാണ്. പിന്നെ മറ്റു മതങ്ങളൊക്കെ കഴിച്ചിട്ടാണ് പിന്നെ ഇസ്ലാം വരുന്നത്. പക്ഷേ ഒരു വ്യക്തി എന്നുള്ള നിലക്ക്, ലോകത്തെ സ്വാധീനിച്ചിട്ടുള്ള വ്യക്തി എന്നുള്ള നിലക്ക് കൂടുതൽ ചർച്ചയ്ക്ക് വിധേയനാവുന്ന ആളാരാണ്? അത് യേശുക്രിസ്തു ഈസാ നബിയാണോ? അല്ല. അടുത്ത കാലത്ത് വന്നിട്ടുള്ള ആളാണ് കാൾ മാർക്സ്, അദ്ദേഹമാണോ? അല്ല. അതുപോലുള്ള ഏതെങ്കിലും വ്യക്തിയാണോ? അല്ലാന്ന് കാണാൻ കഴിയും. അതും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. ശത്രുക്കളും മിത്രങ്ങളും ഒക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാര്യം ചർച്ച ചെയ്യുന്നു. ഇസ്ലാമിനെ സംബന്ധിച്ച് പഠിക്കാൻ തയ്യാറുള്ള ആളുകൾ, സംശയാലുക്കളായിട്ടുള്ള ആളുകൾ എന്താണ് യാഥാർത്ഥ്യം എന്നറിയാൻ വേണ്ടി ഇസ്ലാമിനെ പഠിക്കുമ്പോൾ അവിടെയൊക്കെ അവർ പരിശോധിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രമാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം പരിശോധിക്കുന്ന നിഷ്പക്ഷനായ വിവേകശാലിയായിട്ടുള്ള വസ്തുതകളായി, യാഥാർത്ഥ്യങ്ങളായി അംഗീകരിക്കണമെന്ന് ആഗ്രഹമുള്ള, താല്പര്യമുള്ള ഏതൊരു മനുഷ്യനും അവസാനം എത്തിപ്പെടുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വ്യക്തിത്വ പ്രഭാവം അംഗീകരിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവ മഹിമ, അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകാപരമായിട്ടുള്ള ജീവിതം, ഇതൊക്കെ അംഗീകരിക്കുക. ചിലപ്പോൾ അവർ ഇസ്ലാമിലേക്ക് വന്നിട്ടില്ല എന്ന് വരാം, എന്നാൽ പോലും ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ മഹാനായിട്ടുള്ള മനുഷ്യനായിരുന്നു മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയുന്നിടത്താണ് നിഷ്പക്ഷമതികളായിട്ടുള്ള, വിവേകശാലികളായിട്ടുള്ള ആളുകൾ. ചിലപ്പോൾ അവർ ഇസ്ലാമിലേക്ക് വന്നില്ല എന്ന് വരാം, അത് വേറെ കാര്യമാണ്. ഇന്ത്യയിൽ തന്നെ മഹാത്മാഗാന്ധി പറഞ്ഞിട്ടുള്ള എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം വായിച്ചിട്ട് മതി വരുന്നില്ല എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ലോകത്ത് തലയെടുപ്പുള്ള ആളുകളൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രശംസിക്കുകയും അദ്ദേഹത്തിൻ്റെ ജീവിത മാഹാത്മ്യം അത് അംഗീകരിക്കുകയും അദ്ദേഹം ലോകത്തിന് മാതൃകയായിരുന്നു എന്ന് ഉറക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുമ്പോഴാണ് ജബ്ബാറിനെ പോലെയുള്ള ചില ഇത്തിക്കണ്ണികൾ അല്ലെങ്കിൽ ചില കോടാലിക്കൈകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അഭിശംസിച്ചും അപഹസിച്ചും
പിന്നെ അതുപോലെ തന്നെ തെറി പറഞ്ഞു രംഗത്ത് വരുന്നത്. യഥാർത്ഥത്തിൽ അവരുടെ രോഗം എന്താണെന്ന് ചോദിച്ചാൽ അവർക്ക് എന്താണോ അവർ മറ്റുള്ളവരുടെ പേരിൽ ആരോപിക്കുന്നത്, അസൂയ, കുശുമ്പ്, അതുപോലെ തന്നെ വിദ്വേഷം, പിന്നെ അതുപോലുള്ള മനുഷ്യത്വത്തിന് നിരക്കാത്ത രീതിയിലുള്ള എന്തൊക്കെ ദൂഷ്യങ്ങളുണ്ടോ അതവർ മറ്റുള്ളവരിൽ ആരോപിക്കുമ്പോൾ തന്നെ അവർ അതിൻ്റെ ആളുകളായിട്ട് രംഗത്ത് വരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് ജബ്ബാർ പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വലിയ അസൂയാലുമായിരുന്നു, അതുപോലെ തന്നെ എതിരാളികളോട് വലിയ വിരോധമുള്ള ആളായിരുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മനസ്സിൽ ഇവരോടൊക്കെയുള്ള വെറുപ്പായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിചയിച്ചിട്ടുള്ള നബിയുടെ കാലഘട്ടത്തിൽ ജീവിച്ചിട്ടുള്ള നബിയുടെ ഏറ്റവും വലിയ ശത്രുക്കളായിട്ടുള്ള അബൂലഹബാവട്ടെ, അബൂജഹലാവട്ടെ, അങ്ങനെയുള്ള ആരും തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ഇങ്ങനെയുള്ള ഒരു ദോഷവും ആരോപിച്ചിട്ടില്ല. അവർ ആദർശരംഗത്ത് രണ്ട് ധ്രുവങ്ങളായിരുന്നു. ആ രംഗത്ത് അവർ പരസ്പരം ശത്രുക്കളായിട്ട് പെരുമാറിയിട്ടുണ്ട് എന്നുള്ളതൊക്കെ ശരിയാണെങ്കിലും മുഹമ്മദ് എന്ന് പറയുന്ന വ്യക്തിയുടെ മാഹാത്മ്യം, അദ്ദേഹത്തിൻ്റെ വിശ്വസ്തത, അദ്ദേഹത്തിൻ്റെ സത്യസന്ധത, അദ്ദേഹത്തിൻ്റെ സ്വീകാര്യത, ഇതിലൊന്നും അവർക്കൊരു സംശയം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് മക്കയിലെ ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമുമായിട്ട് വന്ന് അവിടുത്തെ പ്രമാണിമാരൊക്കെ നബിയുടെ ശത്രുക്കളായി തിരിഞ്ഞിട്ട് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കയ്യിൽ അവരുടെ സമ്പത്ത് സൂക്ഷിക്കാൻ ഏൽപ്പിച്ചിട്ടുള്ളത് എന്നുള്ളത് ചരിത്രം രേഖപ്പെടുത്തിയിട്ടുള്ള സംഗതിയാണ്. അപ്പോൾ ആ നിലക്ക് ഏത് കാലഘട്ടത്തിൽ പരിശോധിച്ചാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരും പെരുമയും വർദ്ധിക്കല്ലാതെ ഒരു കാലഘട്ടത്തിലും അത് ചുരുങ്ങിപ്പോയിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. മറ്റൊന്ന് ഇന്ന മഅൽ ഉസ്രി യുസ്റൻ എന്നുള്ളതാണ്. ഇത് പറയുന്നതും എപ്പോഴാണ്? മക്ക ജീവിതത്തിലെ വളരെ തീക്ഷണമായ ഒരു പ്രതീക്ഷയില്ലാത്തൊരു ഘട്ടത്തിലാണ് ഈ പ്രയാസങ്ങൾക്കൊക്കെ ശേഷം ഒരു എളുപ്പം വരാണ്ട്, ഒരു സൗകര്യം വരാണ്ട് എന്ന് പറഞ്ഞാൽ ഇസ്ലാം വിജയിക്കാൻ പോകുന്നു എന്നാണ് പറയുന്നത്. ഇത് എങ്ങനെയാണ് ഒരു മനുഷ്യന് പറയാൻ കഴിയുക? ഇനി അദ്ദേഹം പറയുന്നുണ്ടെങ്കിൽ തന്നെ അത് അള്ളാഹുവിൽ നിന്നുള്ള വഹീൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ അദ്ദേഹത്തിന് പറയാൻ കഴിയുള്ളൂ. അപ്പോൾ ഇവിടെ ഫഇന്ന മഅൽ ഉസ്രി യുസ്റ എന്നുള്ളത് യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതല്ലാന്നും അത് അള്ളാഹു അറിയിച്ചിട്ടുള്ള സംഗതിയാണ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു ഭാഗത്ത് ആശ്വാസം പകരുമ്പോൾ ശത്രുക്കൾക്ക് ഭീതി ജനിക്കാവുന്ന വിധം മുഹമ്മദിൻ്റെ ഈ സംരംഭം അത് പരാജയപ്പെടാനുള്ള വിജയിക്കുന്നുള്ളത് അവർക്ക് കൂടി ബോധ്യപ്പെടുന്ന രീതിയിലാണ് വിശുദ്ധ ഖുർആൻ അത് പറയുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അതവർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് നബിയുടെ ഏറ്റവും വലിയ വിമർശകനായിരുന്ന അബൂജഹലിൻ്റെ സ്വാധീനത്തിൽ പെട്ടുപോയിട്ടുള്ള വലീദ് ഇബ്നു മുഗീറ പോലും പറഞ്ഞിട്ടുള്ളത്, ഖുർആനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ളത്, ഇത് മനുഷ്യൻ്റെ വചനമല്ല. നമ്മളെ ജബ്ബാർ പറയുന്നത് ഇത് കവിതയാണ് എന്നാണ്. വലീദ് തന്നെ പറഞ്ഞത് എന്താ? ഇത് കവിതയല്ല, കവിതയെ സംബന്ധിച്ച് എനിക്കറിയാം, ഇത് മനുഷ്യൻ്റെ വാക്കുപോലുമല്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പിന്നെ ഖുറൈശികളെ ശത്രുക്കളെ പ്രീണിപ്പിക്കാനെങ്കിൽ അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയാണ് ഇത് മനുഷ്യൻ്റെ വാക്കാണെന്നൊക്കെ പിന്നീട് അദ്ദേഹം പറയേണ്ടി വന്നിട്ടുള്ളത്. അതും അബൂജഹലിൻ്റെ സമ്മർദ്ദത്തിന് വഴങ്ങിയിട്ടാണ് എന്നുള്ളത് ജബ്ബാറിനെ സംബന്ധിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ശത്രുക്കൾ പോലും അംഗീകരിച്ച ഒരു സംഗതിയാണ് വിശുദ്ധ ഖുർആൻ മുഹമ്മദിൻ്റേതല്ല, അത് അള്ളാഹുവിൽ നിന്ന് അവതീർണമായതാണ്. പക്ഷേ എന്തുകൊണ്ട് അവർ വിശ്വസിച്ചില്ല എന്ന് ചോദിച്ചാൽ അത് അവരുടെ സ്ഥാനമാനങ്ങൾ നഷ്ടപ്പെട്ടു പോകും എന്നുള്ളതാണ് ഒന്ന്. മറ്റൊന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള അസൂയയും പകയുമായിരുന്നു മറ്റൊരു കാരണം എന്നുള്ളതും ചരിത്രം രേഖപ്പെടുത്തിയിട്ടുള്ള സംഗതിയാണ്. അപ്പോൾ ഇതൊക്കെ മറച്ചു വെച്ചുകൊണ്ടാണ് ജബ്ബാർ ഇത്തരത്തിലുള്ള കോപ്രായങ്ങളൊക്കെ കാട്ടുന്നതും പറയുന്നതും എന്നുള്ളത് നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നൊരു സംഗതിയാണ്. അങ്ങനെ ഈ ഇന്ന മഅൽ ഉസ്രി യുസ്റ എന്നുള്ളതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ 15 വർഷത്തെ അല്ലെങ്കിൽ 20 വർഷത്തെ ജീവിതത്തിലൂടെ തെളിയിക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ്, ലോകത്തിന് ബോധ്യം വന്നിട്ടുള്ളൊരു സംഗതിയുമാണത്. അതിലൊന്നും ഒരു സംശയത്തിനും വകല്ല. എന്ന് മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പോലും ഇതിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് പ്രവചനം നടത്തുന്നുണ്ട്. ഒരിക്കൽ ഖബ്ബാബ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നിട്ട് പറയുന്നുണ്ട്, റസൂലെ, ഞങ്ങൾ അനുഭവിക്കുന്ന മർദ്ദന പീഡനങ്ങൾ അങ്ങ് കാണുന്നില്ലേ? അലാ തദുഉല്ലാഹ ലനാ അലാ തസ്തൻസിറുല്ലാഹ ലനാ,
അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നില്ലേ, ഞങ്ങൾക്ക് വേണ്ടി സഹായത്തിന് വേണ്ടി ആവശ്യപ്പെടുന്നില്ലേ അള്ളാഹുവിനോടെന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതെന്തായിരുന്നു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞു, ഖബ്ബാബ്, താങ്കളുടെ പൂർവികന്മാർ ഇതേപോലുള്ള അല്ലെങ്കിൽ ഇതിനേക്കാൾ വലിയ പീഡനങ്ങളാണ് അവർ അനുഭവിച്ചിട്ടുള്ളത്. അവരിൽ ചിലരെ മൂർധാവിൽ വാള് വെച്ചിട്ട് ഈർന്ന് മുറിച്ച് 2 പൊളിയാക്കിയിട്ട് പോലും അവർ ഈ മാർഗത്തിൽ നിന്ന് പിന്തിരിഞ്ഞു പോയിട്ടില്ല. ചിലരെ ഇരുമ്പിൻ്റെ ചീർപ്പുകൾ കൊണ്ട് അവരുടെ മാംസങ്ങൾ ചുരണ്ടിയെടുത്തിട്ട് അവർ പിന്നോട്ട് പോയിട്ടില്ല. പക്ഷേ നിങ്ങൾ ധൃതി കാണിക്കുകയാണ്. അള്ളാഹു ഈ പ്രശ്നം വിജയിപ്പിക്കുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതെന്താണ്? സൻആ മുതൽ ഹദർ മൗത്ത് വരെ ഒരാൾക്ക് തൻ്റെ കൂടെയുള്ള ആട്ടിൻ പറ്റത്തെ ചെന്നായ പിടിക്കുമോ എന്ന് മാത്രം ഭയക്കേണ്ടുന്ന, നിർഭയമായിട്ട് മറ്റുള്ളവർ ഒരു ശല്യം ഉണ്ടാവില്ല എന്ന് നിർഭയമായിട്ട് യാത്ര ചെയ്യാവുന്ന ഒരു കാലഘട്ടം വരാൻ പോകുന്നുണ്ടെന്നാണ്. അത് പുലർന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് തന്നെ അത് പുലർന്നു. അവിടെയുള്ള മനുഷ്യന്മാരത് അനുഭവിച്ചു. ചരിത്രം രേഖപ്പെടുത്തിയിട്ടുള്ള സംഗതിയാണിത്. ഇങ്ങനെ ഇത്തരത്തിലുള്ള പ്രവചനങ്ങൾ അത് വഹയിൻ്റെ അടിസ്ഥാനത്തിൽ, അള്ളാഹുവിൽ നിന്നുള്ള അറിയിപ്പിൻ്റെ അടിസ്ഥാനത്തിലല്ലാതെ മനുഷ്യന് ആ ഒരു കാലഘട്ടത്തിൽ അത് പറയാൻ പറ്റുമായിരുന്നില്ല. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ സംഭവങ്ങളൊക്കെ തെളിയിക്കുന്നത് അതുപോലെ തന്നെയാണ് നേരത്തെ പറഞ്ഞിട്ടുള്ള റോമും പേർഷ്യയുമായിട്ടുള്ള യുദ്ധത്തിലെ വിജയപരാജയങ്ങളെ സംബന്ധിച്ചുള്ള ഖുർആൻ്റെ പ്രവചനം. അതുപോലുള്ള ഒരുപാട് സംഭവങ്ങൾ നമ്മൾക്ക് ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും കണ്ടെടുക്കാൻ കഴിയും. ഇതൊക്കെ പുലർന്ന് കണ്ടു, ചരിത്രം അത് രേഖപ്പെടുത്തി എന്നതൊരു വസ്തുതയായിരിക്കെയാണ് ഇവിടെ ജബ്ബാറിൻ്റെ ഇത്തരത്തിലുള്ള ഞഞ്ഞമ്മിഞ്ഞ വർത്തമാനം എന്ന് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവഗണിക്കപ്പെട്ടതിൻ്റെ പേരിൽ, താൻ അനാഥനായി വളർന്നതിൻ്റെ പേരിൽ, താൻ നിസ്വനായി വളർന്നതിൻ്റെ പേരിൽ, അതുപോലെ തന്നെ തനിക്ക് പ്രശസ്തി ഇല്ലാത്തതിൻ്റെ പേരിലൊക്കെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകത്വം ബാധിക്കാൻ വേണ്ടി തുനിഞ്ഞിറങ്ങിയിട്ടുള്ളത്. ജബ്ബാർ പറഞ്ഞത് കേട്ടാൽ തോന്നുന്ന അങ്ങനെയുള്ള ആളുകളൊക്കെ കാലാകാലങ്ങളിൽ പ്രവാചകത്വം ബാധിച്ചിട്ട് ഇത് നേടിയെടുക്കാനാണ് ശ്രമിച്ചിട്ടുള്ളതെന്നാണ്. ഏറ്റവും ചുരുങ്ങിയത് സാമാന്യ ബുദ്ധിയുള്ള ഒരാൾക്ക് പോലും പറയാൻ പറ്റാത്ത അത്രക്ക് വൃത്തികെട്ട, യാതൊരു അടിസ്ഥാനമില്ലാത്ത കാര്യങ്ങളാണ് ഇവിടെ ജബ്ബാർ വലിയ യുക്തിവാദി എന്നുള്ള നിലക്ക്, അതുപോലെ തന്നെ വലിയ മനഃശാസ്ത്രത്തിൻ്റെ റോൾ അഭിനയിച്ചു കൊണ്ടൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ജബ്ബാർ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്നു എന്നതിൽ കവിഞ്ഞ് ജബ്ബാർ പറയുന്നതിന് യാതൊരു അർത്ഥവും ഇല്ല എന്നുള്ളതാണ് ജബ്ബാറിൻ്റെ ഇത്തരത്തിലുള്ള വാചകങ്ങൾ അല്ലെങ്കിൽ പുലഭ്യങ്ങൾ, അദ്ദേഹത്തിൻ്റെ ഇത്തരത്തിലുള്ള പ്രസ്താവനകളൊക്കെ തെളിയിച്ചു കൊണ്ടിരിക്കുന്നത് എന്നത് കാണാതിരിക്കാൻ പറ്റാത്തൊരു സംഗതിയാണ്.